ഒരു രണ്ട് ഡീലുകളെ കൂട്ടിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരാൾ വേണം, അവരെ പരിചയപ്പെടുത്താൻ, അതെ, ആ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ. അതെ, ഇയാളിതിങ്ങനെ കൊടുക്കാനുണ്ട്, ഇയാളിങ്ങനെ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീഡിയേഷൻ വഹിക്കാൻ നിർബന്ധമായിട്ടൊരാൾ വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ ബ്രോക്കർ എന്ന് പറയുമ്പോൾ ഒരു പോരാ പോരാന്ന് പറഞ്ഞ ഒരു സംഗതി. പക്ഷേ സ്റ്റാറ്റസ് ഇല്ല, സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. പക്ഷേ അത് രമ്യ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നത്തെ കാലത്തും ഈ ബോംബെയിലൊക്കെ ബ്രോക്കർ എന്ന് പറയുമ്പോൾ അതിനൊരു ഭയങ്കര വാല്യൂലൊരു ഒരു 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 സെക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ ആ മേഖലയിലേക്ക് അന്ന് പോയിട്ടില്ലായിരുന്നു. ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഒരു വെള്ളക്കുപ്പായം വെള്ളത്തുണിട്ടാൽ ബ്രോക്കറെ ചിലപ്പോൾ അടുപ്പിക്കാത്തൊരു കാലഘട്ടം. റിയൽ എസ്റ്റേറ്റിലെ ബ്രോക്കേഴ്സ്, അതായത് മീഡിയേഷൻ വഹിക്കുന്ന ആൾക്കാർ, കുട്ടികളാവട്ടെ എല്ലാവരും ആവട്ടെ, അവരാണ് ഇന്നത്തെ ആ ന്യൂജൻ. അവർ ചെയ്യുന്ന കച്ചവടത്തിൻ്റെ അളവുകൾ, കച്ചവടത്തിൻ്റെ ഫിനിഷിങ്, ക്ലോസിങ്, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പോൾ അവരൊക്കെ പറയാനും മടിക്കാത്ത ഒരു നല്ല റേഞ്ചിലായി അവർ.